കഫം ഒരു അനുഗ്രഹമാണ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അലർജിയുള്ള അധിക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കൂടുതലായിട്ട് കഫം ഉണ്ടാവുക എന്നുള്ളത്. കഫം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ കൂടുതലായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് നോക്കാം. കഫം നമ്മുടെ മൂക്കിനകത്തും തൊണ്ടയിലും അതുപോലെ സൈനസിന്റെ അകത്തൊക്കെ കട്ടിയുള്ള ഒട്ടിപ്പിടിക്കുന്ന ഒരു ആവരണം തീർക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒരു അലർജൻസ്, പ്രത്യേകിച്ച് പൊടി, അതുപോലെ തന്നെ പൂമ്പൊടികൾ അല്ലെങ്കിൽ ചില മൃഗങ്ങളുടെ രോമങ്ങളൊക്കെ വരുമ്പോൾ ഈ ആവരണത്തിൽ അത് ഒട്ടിപ്പിടിക്കുകയും അവിടെ ട്രാപ്പ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാതെ അവിടെ തടയപ്പെടുന്നു. ഇങ്ങനെ അലർജി കൂടാതിരിക്കാനും ആസ്മയിലേക്ക് പോവാതിരിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൂക്കിനകത്ത് സീലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിൽറ്ററിംഗ് മെക്കാനിസം ഉണ്ട്. ഇത് നമ്മളെ മൂക്കിനകത്തുള്ള എയർ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യുന്നതാണ്. നമ്മളെ മൂക്കിനകത്ത് നിന്ന് അധികവും അലർജിയുള്ള ആളുകൾക്ക് വായിലേക്ക് കഫം ഇറങ്ങാറുണ്ട്. ഇങ്ങനെ ഈ സീലിയാണ് നമ്മളെ മൂക്കിനകത്തുള്ള കഫത്തിനെ വായിലേക്ക് എത്തിക്കുന്നത്. അധിക ആളുകളും ഇത് ചുമച്ചിട്ട് തുപ്പിക്കളയാറുണ്ട്. കഫത്തിൽ നല്ലവണ്ണം ഇമ്മ്യൂണോഗ്ലോബുലിൻ എ എന്നൊരു ആന്റിബോഡി കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ പലതരം എൻസൈമുകളും കാണുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പുറത്തുനിന്ന് വരുന്ന അണുക്കളെയും അതുപോലെ തന്നെ അലർജൻസിനെയും നിർവീര്യമാക്കി കളയാനും സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കഫം നമുക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ എപ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് മാറുന്നത്? കാലങ്ങളായിട്ടുള്ള ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് കഫം ഉണ്ടാവുന്നു. ഇതിന്റെ ഭാഗമായിട്ട് മൂക്കൊലിപ്പ്, തുമ്മല്, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് വായിലേക്ക് കഫം ഒക്കെ നന്നായിട്ട് ഉണ്ടാവുന്നു. ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മൾ പ്രോപ്പർ ആയിട്ട് അലർജിക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. കാരണം വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് ഈ കഫത്തിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുക. നന്നായിട്ട് ആവി പിടിക്കുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തേനും മഞ്ഞളൊക്കെ ചാലിച്ച് കഴിക്കുന്നത് വഴി നമുക്ക് ഈ കഫത്തിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള അലർജിക് ട്രീറ്റ്മെന്റും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഫം കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഈ ഒരു പ്രവണത നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്.